So overall controls we have discussed about financial control, profit and loss control, return on investment control, audit and accounting firms. Next, bureaucratic and clan control. Okay, bureaucratic and clan control എന്ന് വെച്ചാൽ ഒരു ഫോർമൽ അതോറിറ്റി സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ. അതായത് സ്ട്രിക്റ്റ് റൂൾസ്, സ്ട്രിക്റ്റ് പോളിസീസ്, ഓക്കെ, സ്ട്രിക്റ്റ് നോംസ് വെച്ചിട്ട് ഇപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാൻ, ഇതേപോലെ ആയിരിക്കണം ഓക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട്, ഇപ്പം അങ്ങനെ ഓരോ കൾച്ചറൽ വാല്യൂസൊക്കെ ഓക്കെ അതെല്ലാം ഒരു ഫോർമലാക്കി ഓക്കെ കംപ്ലീറ്റ്ലി ഫോർമലൈസ്ഡ് ആക്കുന്നതിനെയാണ് ബ്യൂറോക്രാറ്റിക് ആൻഡ് ക്ലാൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രിവെൻറ്റീവ് കൺട്രോൾ. സോ പ്രിവെൻറ്റീവ് കൺട്രോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഹൈലി സ്കിൽഡ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സും സബോർഡിനേറ്റ്സും ആണെങ്കിൽ അവർ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ഓക്കെ അതായത് ആ കറക്ഷൻസ് കുറച്ച് കറക്ഷൻസ് അപ്ലൈ ചെയ്താൽ മതിയാവും. കാരണം കാരണം ഉണ്ടാകുന്ന എറേഴ്സ് മിനിമം ആയിരിക്കും. ഓക്കെ, സോ അസംഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അസംഷൻ മിനിമം എറേഴ്സ്, സോ എറേഴ്സ് കുറവായിരിക്കും. സെക്കൻഡ് അസംഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ദേ ആർ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ്. അപ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസ് റേറ്റിംഗ് മെഷർ ചെയ്യാനായിട്ട് പറ്റും യൂസിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതായത് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഫുൾ standards in measuring the managerial performance. Again, the application of management fundamentals can be evaluated. Okay, അപ്പോൾ ഇവരുടെ ഈ ക്വാളിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻ ഓക്കെ ഈ ക്വാളിറ്റീസിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ ആപ്ലിക്കേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് പ്രിവെൻറ്റീവ് കൺട്രോളിൻ്റെ അസംഷൻസ്. അഗെയിൻ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേറ്റർ ആക്യുറസി കിട്ടും. ഓക്കെ, ഓരോരുത്തർക്കും ആ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്റർ ആക്യുറസി ഈസ് അച്ചീവ്ഡ്. സെക്കൻഡ് വൺ ഫാസ്റ്റ് ടേൺ ചെയ്യും. ഓക്കെ, അതായത് കറക്റ്റീവ് ആക്ഷൻ ഹേസ്റ്റ് ടേൺ ചെയ്യും. ഓക്കെ, ഹേസ്റ്റ് ടേൺ എന്ന് വെച്ചാൽ ഫാസ്റ്റനായിട്ട്, അതായത് കുറച്ച് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കറക്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മേക്കിംഗ് ഇറ്റ് മോർ എഫക്റ്റീവ്. ദെൻ ഇറ്റ് ലൈറ്റൻസ് ദ മാനേജറിയൽ ബേർഡൻ കുറക്കും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ എംപ്ലോയീസിനും അറിയാം എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് അവിടെ. ഓക്കെ, അവരുടെ അതായത് എക്സ്പെക്റ്റഡ് പെർഫോമൻസ് എന്താണെന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും. സോ ദ ഫീൽ ഓക്കെ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യുന്ന എന്നുള്ളൊരു ഫീല് വരുമ്പോഴത്തേക്കും അതൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അതായത് അവർ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ കൺട്രോളിങ് ആൻഡ് ഗ്ലോബൽ ചലഞ്ചസ്. ഓക്കെ, സോ ഗ്ലോബൽ ലീഡർഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു ഗ്ലോബൽ കമ്പനി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു MNC ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ചാൽ ദേ വിൽ ബി കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഓക്കെ, അതായത് ഡൈവേഴ്സ് കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. അപ്പോൾ ഈ എംപ്ലോയീസിന് ലീഡ് ചെയ്യാനായിട്ട് ഒരു ഗ്ലോബൽ ലീഡറിൻ്റെ ആവശ്യം ഉണ്ടാകും. ഓക്കെ, സോ അതായത് ഈ ഓരോ കൾച്ചേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനും അതിനോട് അഡാപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ലീഡർ ആയിരിക്കണം ലീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോബൽ ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതാണ് നീഡ് ഫോർ ലീഡർഷിപ്പ് ഇൻ ഗ്ലോബൽ ഓർഗനൈസേഷൻ. സോ പ്രസൻറ്റ് ഡേയിൽ മൾട്ടി കൾച്ചറൽ ആൻഡ് ഡൈവേഴ്സ് ആണ് വർക്ക് എൻവയോൺമെൻറ്റ്. സോ എംപ്ലോയീസ് ടുഗെദർ ഒരു ഗ്രൂപ്പായിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഡൈവേഴ്സ് കൾച്ചേഴ്സിലുള്ളവർ വർക്ക് ചെയ്യാൻ നേരത്ത് അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും, കസ്റ്റംസും പ്രാക്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിൽ. സോ വർക്ക് പ്ലേസ് വിൽ ഹാവ് മോർ ഡൈവേഴ്സിറ്റി ആൻഡ് നേരത്തെ പറഞ്ഞ തന്നെ ഓക്കെ സോ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ നേരത്ത് ലീഡേഴ്സ് മസ്റ്റ് ബി അഡാപ്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, ഈ ഒരു ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് അവർ വെൽക്കമിങ് ആയിരിക്കണം, എല്ലാ കൾച്ചേഴ്സിനെയും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വെൽക്കമിങ് ആയിരിക്കണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ ഇപ്പോൾ അതായത് ഈ ഗ്ലോബൽ ലീഡേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അതായത് വേൾഡിനെ പറ്റി തന്നെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റെഫറൻസസ് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ലീഡേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ് ഇൻ വേൾഡ് വ്യൂസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, എത്തിക്സ്, എത്തിക്വേറ്റ്. അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ റിച്ചാർഡ് ലൂയിസ് വെച്ചിട്ട് നമ്മൾ അക്കോർഡിംഗ് ടു റിച്ചാർഡ് ലൂയിസ് ഈ നേഷൻ അല്ലെങ്കിൽ കൾച്ചേഴ്സിനെ നമുക്ക് 3 ഗ്രൂപ്പ്സിലേക്ക് ഇടാം. അതായത് ലീനിയർ ആക്റ്റീവ്, മൾട്ടി ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. ഓക്കെ, ലീനിയർ ആക്റ്റീവ് എന്ന് വെച്ചാൽ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൾച്ചറാണ് ലീനിയർ ആക്റ്റീവ്. അതായത് അവർ ഇപ്പം ഇങ്ങനെയുള്ള
എംപ്ലോയീസ് എന്ന് വെച്ചാൽ അവർ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ആ ടാസ്കിലേക്കായിരിക്കും. Okay, so one task to do the one thing at a time. So they are task-oriented planners. Again, multi-active എന്ന് വെച്ചാൽ they will be more active in the organization. അതായത് മീറ്റിംഗ്സും ഡിസ്കഷൻസും ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനേഴ്സ് ആയിരിക്കും മൾട്ടി ആക്റ്റീവ് പ്ലാനേഴ്സ്. അഗെയിൻ റിയാക്റ്റീവ് പ്ലാനേഴ്സ് എന്ന് വെച്ചാൽ അവർ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് അവർ ലിസണേഴ്സ് ആയിരിക്കും, പക്ഷേ അവർക്ക് തിരിച്ചൊന്നും ഒരു വോയിസ് തിരിച്ചുണ്ടായിരിക്കത്തില്ല. ഓക്കെ, സോ ദേ ഡോണ്ട് അവർ അങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇൻട്രോവേർട്ടഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിനെയാണ് റിയാക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ യൂഷ്വലി എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ഇൻ എ പാസീവ് വോയിസ്. സോ ലീഡേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കൾച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് ദേ ഷുഡ് ലീഡ് ദി ഗ്രൂപ്പ്. ഓക്കെ, അഗെയിൻ ഗ്ലോബൽ കൺട്രോളിങ് നമ്മളിപ്പോൾ ജപ്പാൻ, US ആൻഡ് ചൈന ഇത് മൂന്നിൻ്റെയും ഗ്ലോബൽ കൺട്രോളിങ് സിസ്റ്റംസ് കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ ഈ വെസ്റ്റേൺ മാനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മൾ ഇപ്പോൾ കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആ സ്റ്റാൻഡേർഡും അതായത് നമ്മൾ യൂഷ്വലി കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ആണ് ഈ വെസ്റ്റേൺ മാനേജേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, വെറാസ് ജാപ്പനീസ് മാനേജേഴ്സ് എന്ന് വെച്ചാൽ അവർ ഒരു ഡയറക്റ്റ് ഓക്കെ അവരുടെ കൺട്രോളിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു മെഷറായിരിക്കും. അതായത് ലെസ് ഡയറക്റ്റ് കൺട്രോൾ വരുന്നൊരു മെഷറായിരിക്കും അവരെടുക്കുക. സോ കൺട്രോളിങ് ഇൻ ജപ്പാൻ. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറയുമ്പോൾ ജപ്പാനിൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ജപ്പാൻ, US, ചൈന. സോ ജപ്പാനിൽ ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗ്രൂപ്പ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് സോ അവർ ഒരു ഗ്രൂപ്പ് ആണ് കൂടുതലായിട്ട് ഗ്രൂപ്പ് പെർഫോമൻസ് ആണ് കൂടുതലായിട്ട് മെഷർ ചെയ്യുക. ഓക്കെ, വെറാസ് US ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ചൈനയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ക്ലിയർ? അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ക്വാളിറ്റി. സോ നമുക്കറിയാം ജപ്പാനിലും US ഹയർ ക്വാളിറ്റിയാണ്. ഓക്കെ, സോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും. ഓക്കെ, അവരവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും പ്രൊഡക്ട്സ് അതായത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. വെറാസ് ചൈനയിൽ നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൺട്രോളിങ്ങിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജപ്പാനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സോ പിയേഴ്സ് ആർ വെൽ അവെയർ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദിയർ കൊളീഗ്സ്. അപ്പോൾ അവരൊരു ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, സോ മെഷർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, ഇവിടെ ഒരു ഗ്രൂപ്പ് എംഫസിസ് ഇസ് പ്ലേസ്ഡ് ഓൺ എ ഗ്രൂപ്പ് പെർഫോമൻസ്. അതേപോലെ കൺട്രോൾ പ്രോസസ്സിലല്ല കൺട്രോൾ പ്രോസസ്സിലായിരിക്കും, നോട്ട് ഓൺ നമ്പേഴ്സ്. അഗെയിൻ ജാപ്പനീസ് പ്രൊഡക്റ്റ് ഏർലിയർ അതായത് 1950s 60s ഒരു ലെസ്സർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരുന്നു അവർ മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ നൗ ഇറ്റ് ഹാസ് ചേഞ്ച്, ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അഗെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെന്ന് പറയുമ്പോൾ അവിടെ മെഷറിങ് ദ പെർഫോമൻസ് അഗെയിൻസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് കാണും, ആ സ്റ്റാൻഡേർഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ മെഷർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇസ് മെഷേർഡ്. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് സഫർ ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഗ്രൂപ്പ് പെർഫോമൻസ് അവിടെ അതായത് കമ്പനിയുടെ ഒരു ഹോൾ അച്ചീവ്മെൻ്റ് അല്ല നോക്കുന്നത്, എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ എക്സൽ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരു ബ്ലെയിമിങ് ഗെയിമൊക്കെ അവിടെ ഉണ്ടാകാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം വെക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. അവിടെ ഒരു ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഒരു സിസ്റ്റം അവിടെ കുറവായിരിക്കും. ഓക്കെ, സോ ഇൻഡിവിജ്വൽ റിസൾട്ട് ആയിരിക്കും കൂടുതൽ, ഗ്രൂപ്പ് പെർഫോമൻസ് ലെസ്സർ ആയിരിക്കും. ആൻഡ് ഇവിടെ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാംസ് നമുക്കറിയാം അമേരിക്കൻ അല്ലെങ്കിൽ US പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഹയർ ക്വാളിറ്റി, അവർ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും മാർക്കറ്റിലേക്ക് ഇറക്കുക. അഗെയിൻ ചൈന എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ ഗ്രൂപ്പ് ലീഡേഴ്സ്. ഓക്കെ, അവർ പ്രൈമറി ഫോക്കസ് ഗ്രൂപ്പിലാണ്, ബട്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസും കൂടെ നോക്കും. ഓക്കെ, അതായത് രണ്ടും ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ. ആൻഡ് ദേ ആർ US ജപ്പാൻ്റെ ഒരു മിക്സാണ്. ആൻഡ് പിന്നെ നമ്മൾ വി നോ ദാറ്റ്
അവരുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് നോട്ട് അപ് ടു ദി ലെവൽ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഗ്ലോബലൈസേഷൻ, അതായത് ഗ്ലോബൽ കൺട്രോളിംഗ് ഇൻ ജപ്പാൻ, US ആൻഡ് ചൈന.